അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും എന്തായിരുന്നു പരിപാടി? നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോവാണ്. ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് വഴിയൊന്നും അറിയാത്തതുകൊണ്ട് ആൻറ്റി അവിടെയുള്ളൊരു ചേട്ടനെ കണ്ടിട്ട് എങ്ങോട്ടേക്കാ, ഏത് വഴിയാണ് പോകേണ്ടതെന്നല്ല ഞാൻ ചോദിക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ ചാലിയാർ പുഴയാണ്. 2 പുഴ കിടന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണ് ഇതാ മുമ്പിൽ പോണ ആശം നമ്മൾ കൊണ്ടുപോണത്. വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഐസിൽ എണീറ്റ് നടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പുഴ മുറിച്ച് കടന്ന് ആൻറ്റി കുറച്ച് ചെറുതായതുകൊണ്ട് ആൻറ്റീൻ്റെ മുട്ട് വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വലുതായതുകൊണ്ട് കുഴപ്പമില്ല, തുണിയെല്ലാം നനഞ്ഞു, എന്നാലും കുഴപ്പമില്ല. രാവിലത്തെ കാഴ്ച കേട്ടോ ഇത്. മഞ്ഞും വെള്ളത്തിൻ്റെ തണുപ്പും നല്ല രസമായിരുന്നു കേട്ടോ. ചുറ്റുവട്ടെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ആ ഇരിക്കുന്ന നീർക്കാക്കയാട്ടോ. ഭയങ്കര ഒഴുക്കുള്ളൊരു പുഴയാട്ടോ അത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ പുഴയെല്ലാം കടന്ന് അമ്പലത്തിൽ പോണത്. വേറൊരു സ്ഥലം എത്തിയപ്പോൾ അമ്മ മോനെ എടുത്തോണ്ട് പോവാണ്, അവിടെ ആഴം കൂടുതൽ കാരണം. അങ്ങനെ ആ പുഴ കഴിഞ്ഞെത്തിയപ്പോൾ ഇത് വേറൊരു കാട്ടിൽ കൂടെ. ശരിക്കും നമ്മൾ ശബരിമലയെ പോലെ പുഴയും കാടും എല്ലാം താണ്ടി അതേപോലെ കുന്നും കയറി നമ്മളിതാ അമ്പലത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നേരം വെളുത്തിട്ടും നമ്മുടെ ആ മഞ്ഞും കാര്യങ്ങളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിങ് വെച്ചതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ അമ്പലം എത്താൻ പോവാണ്. ആ കാണുന്നതാണ് അമ്പലം. 2 പുഴ കടന്നാൽ മതി എന്നും പറഞ്ഞ് കൊണ്ടുപോയ വിദ്വാന്റെ 3ാമത്തെ പുഴയാണ് ഞങ്ങളെ കൊണ്ട് കടത്തിക്കുന്നത്. ഇത് പിന്നെ അമ്പലത്തിന്റെ താഴെയുള്ള പുഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തെളിവെള്ളമായിരുന്നു കേട്ടോ. ഭയങ്കര വൃത്തിയായിരുന്നു കേട്ടോ ആ പുഴ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൂ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ആൻറ്റി ഇതാ പരിചയമുള്ളൊരു ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, അതൊരു മയിലാട്ടോ. അങ്ങനെ പ്രസാദം എല്ലാം മേടിച്ചു. ഇത് ഫസ്റ്റ് പ്രസാദം, ഇത് സെക്കൻഡ് പ്രസാദം. അങ്ങനെ നമ്മൾ ആദ്യം കണ്ട ആ പൂവിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അതുപോലെ നമ്മൾ പ്രസാദം കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും പിടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ നമ്മൾ പോയ സമയത്ത് നമ്മൾ വന്ന വഴി കൂടി അല്ല കേട്ടോ തിരിച്ചു പോയത്. നമ്മൾ വേറെ വഴിയാട്ടോ പോയത്. പക്ഷെ ആദ്യം വന്നതിനേക്കാളും ഭയങ്കര ഒഴുക്കുള്ളൊരു സ്ഥലത്ത് കൂട്ടിയാട്ടോ പ്രാവശ്യം പോയത്. അതുപോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന വെള്ളത്തിനേക്കാളും തണുപ്പ് കൂടുതലായിരുന്നു ഈ വെള്ളത്തിൽ. തണുപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ഒഴുക്കുള്ളൊരു പുഴയാട്ടോ. അതുപോലെ ഭയങ്കര ശബ്ദമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പുഴയിൽ കൂടെ പോവുകയും വരികയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താട്ടോ പോയതും വന്നതൊക്കെ. എനിക്ക് ഒരുമാതിരി തമാശ പോലെയായിരുന്നു കേട്ടോ എല്ലാം. അങ്ങനെ പുഴയിൽ നിന്ന് ഞാനും ആൻറ്റിയും ഫോട്ടോസ് എല്ലാം എടുത്തു. അങ്ങനെ വീണ്ടും നമ്മൾ കാട്ടിക്കൂടെ എല്ലാം നടന്ന് പുഴ കടക്കുക കേട്ടോ. നമ്മൾ തിരിച്ചു പോയപ്പോൾ നമ്മൾ വന്ന വഴിയിൽ ഏകദേശം അവിടേക്ക് എത്തി. അങ്ങനെ നമ്മൾ പുഴ കടന്ന് പോവാണ്. അങ്ങനെ നന്ദു ഫ്രണ്ടിൽ പോയി. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട നീർക്കാക്കയില്ല, അത് അപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പം അവനത് എന്താണെന്ന് ചോദിക്കുകയായിരുന്നു. അങ്ങനെ അവനും ഞങ്ങളും വേറെ വഴിയിലൂടെ എല്ലാം പോയിട്ട് നമ്മൾ റോട്ടിലെത്തി. റോട്ടിൽ ബൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒന്നും കൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.